6:30 ആയപ്പോഴാണ് അറിഞ്ഞത്. 6:30 മണിയോടുകൂടി ഞങ്ങൾ ബാക്കിൽ ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടികളാണെന്ന് വിളിച്ച് പറഞ്ഞത്. ഇവിടെ സ്മെല്ലുണ്ട്, 2 പേര് കോട്ടേഴ്സിൻ്റെ ചുറ്റും നടക്കണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ അവരിറങ്ങി നോക്കിയപ്പോഴാണ് പുറകേൽ ഒരു ലേഡി തൂങ്ങി മരണപ്പെട്ട് കിടക്കുന്നതായി കണ്ടത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വന്ന് കണ്ടപ്പോൾ മരണപ്പെട്ടത് കണ്ട് അങ്ങനെ നേരെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യിപ്പിക്കും. ഒരു 5-10 മിനിറ്റിനുള്ളിൽ പോലീസുകാർ എത്തി. പുള്ളി അഡീഷണൽ കമ്മീഷണറാണ് GSTയുടെ, എറണാകുളത്താണ് വർക്ക് ചെയ്യണത്. 1.5 വർഷത്തോളം ഇവിടെ താമസിക്കുന്നത്. പെങ്ങളും അമ്മയാണ് കൂടെ ഉള്ളത്. അതിൽ പെങ്ങളുടെ ബോഡി ഉണ്ട്, സാറിൻ്റെ ബോഡി ഫ്രണ്ടിൽ ആണ്. ഇനി അമ്മയുടെ ബോഡി നമുക്ക് കണ്ടിട്ടില്ല. ഇനി വാതിൽ തുറന്ന് ഫോറൻസിക് വരാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്കുള്ളിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. നാളെ ഇവർ ഇവിടെ താമസിക്കും. 1.5 കൊല്ലം ഇവർ മറ്റേ അമ്മയും പെങ്ങളും വന്നിട്ടൊരു 3-4 മാസം ആവുന്നതുള്ളൂ. ഇദ്ദേഹം മാത്രമാണ് ഇവിടെ താമസിച്ചിരുന്നത്? ആദ്യമേ അദ്ദേഹം മാത്രമായിരുന്നു. പുള്ളി പെങ്ങളും അമ്മയും വന്നിട്ട് 3 മാസം. പരിസരത്തുള്ളവരോടൊക്കെ ഇവർ സംസാരിക്കുമായിരുന്നു? അങ്ങനെ അവർ ജാർഖണ്ഡുകാരാണ്, അതുകൊണ്ട് സംസാരിക്കൽ കുറവാണ്. ഭാഷാപരമായ തടസ്സങ്ങളുണ്ട്. സാഹചര്യമുണ്ട്. വേറെ ആരും അങ്ങനെ ലോക്കലാരും. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ചായിരുന്നു ഇവിടെ, അപ്പോഴാണ് പറഞ്ഞത്. കസ്റ്റംസ് അവർ 4 ദിവസം ലീവ് അപ്ലൈ ചെയ്ത് ജാർഖണ്ഡിൽ പോകണം, എന്തൊരു കേസുമായി പെങ്ങളുടെ കേസുമായി ബന്ധപ്പെട്ട് പോകണം എന്നുള്ളത് പറഞ്ഞ് ലീവ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 ദിവസം കഴിഞ്ഞ് 8 ദിവസമായിട്ടും ആളെ കാണാണ്ടായി. ഫോൺ സ്വിച്ച് ഓഫും ആയതിനാൽ അവർക്ക് വിളിച്ചിട്ട് കിട്ടുന്നതും ഇല്ലാത്തത് കൊണ്ട് അവരന്വേഷിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് കണ്ടത്. ഞാനറിഞ്ഞത് നമുക്കിപ്പോൾ നമ്മളുടെ ഇവിടുത്തെ അയൽവാസി ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ കേട്ടു ക്രൈംബ്രാഞ്ചിന് ഇങ്ങനെ ഒരു വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു വിളി വന്നു, ഒരു തമിഴനാണോ എന്നറിയില്ല, ഒരു ആത്മഹത്യ അത് വാർഡിലാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ ഇങ്ങനെ, അപ്പോൾ ഇവിടെ അടുത്ത് കളിക്കുന്ന ഗ്രൗണ്ടിൽ കളിക്കാൻ വരുന്ന കുട്ടികളിങ്ങനെ അറിയിച്ചത് അവിടെ തൊട്ട് ചേർന്നതിനുള്ള ക്വാർട്ടേഴ്സിലാണ് ഇങ്ങനെ ഒരു ആത്മഹത്യ നടന്നിരിക്കുന്നതെന്ന് അറിയിച്ചത്. പോലീസ് എന്താ പറയുന്നത്? ഇപ്പോൾ പോലീസ് ഫോറൻസിക് സർജന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവരുടെ മൃതദേഹങ്ങളൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഴുകിയ രീതിയിലാണ് നമ്മൾ ജനൽ വഴി കണ്ടപ്പോൾ മനസ്സിലായത്. ബാക്കി ഇനി നമുക്ക് ആളതാണെന്ന്, പിന്നിലുള്ളത് സഹോദരിയാണെന്ന് ഉള്ളത് ഉറപ്പായി. കാരണം ഇവർ പുറത്ത് ആരുമായിട്ട് അങ്ങനെ കണക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ടും ഡോർ ലോക്ക്ഡ് ആയതുകൊണ്ടും അവർ 3 പേര് അതിൽ 2 പേര് എന്തായാലും അവർ തന്നെ ആയിരിക്കാം, അല്ലാതെ വേറൊരാൾ വരാൻ സാധ്യതയില്ല. ഈ പരിസരത്തുള്ളവരൊക്കെ ആയിട്ട് ഒരു ബന്ധമുണ്ടോ? ആരുമായിട്ടും ഇവർ 4 മാസത്തോളം ആയിട്ടേ ഉള്ളൂ ഇപ്പോൾ വന്നിട്ട്. അവരങ്ങനെ പബ്ലിക്കുമായിട്ട് വലിയ അടുപ്പമുള്ള ആളുകളല്ല.